ക്യാൻസർ വരുന്നത് തടയാൻ സാധിക്കുമോ? വാക്സിൻ എടുക്കുന്നതിലൂടെ നമുക്ക് ക്യാൻസറുകൾ തടയാൻ സാധിക്കും. ക്യാൻസർ വരുന്നത് തടയാൻ സാധിക്കുമോ? ഭൂരിഭാഗം ക്യാൻസറുകളും വരുന്നത് നമ്മുടെ ജീവിതശൈലി കൊണ്ട് അതുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ അതിൽ നമുക്ക് കുറേ ശ്രദ്ധ പുലർത്തി തന്നെ കുറേയൊക്കെ ക്യാൻസറുകൾ നമുക്ക് തടയാൻ സാധിക്കും. അല്ലാതെ നമുക്ക് യാതൊരു കാരണമില്ലാതെ വരുന്ന ക്യാൻസറുകളുമുണ്ട്. എന്നാൽ നമുക്ക് തടയാൻ സാധിക്കുന്ന എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. പുകവലി നിർത്തി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് ക്യാൻസർ വരുന്നത് നമുക്ക് തടയാൻ സാധിക്കും. ലങ്സിലെ, ആമാശയത്തിലെ, അങ്ങനെ വായിലെ, തൊണ്ടയിലെ എല്ലായിടത്തെയും ക്യാൻസർ, അങ്ങനെ ഇതുപോലെ ഒരുപാട് യൂറിനറി ബ്ലാഡറിലെ ഇങ്ങനെ കുറേ ക്യാൻസറുകൾ പുകവലി കാരണം വരുന്നുണ്ട്. പുകവലി നിർത്തിയാൽ തന്നെ ഒരുപാട് ക്യാൻസറുകൾ നമുക്ക് തടയാൻ സാധിക്കും. അതുപോലെ മദ്യപാനം, ലിവറിലെ ക്യാൻസർ, ആമാശയത്തിലെ ക്യാൻസർ തുടങ്ങിയ ക്യാൻസറുകൾക്കൊക്കെ കാരണമാണ് മദ്യപാനം നിർത്തിയാൽ തന്നെ, ഈ മാറ്റം കൊണ്ടുവന്നാൽ തന്നെ നമുക്കൊരുപാട് ക്യാൻസറുകൾ വരുന്നത് തടയാൻ സാധിക്കും. പിന്നെ നമ്മുടെ ജീവിതശൈലിയിൽ കൊണ്ടുവരുന്ന വ്യായാമം, നമ്മുടെ ഫുഡിൻ്റെ ഭക്ഷണം കഴിക്കുന്ന രീതി, അതായത് ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ഫുഡ് കഴിക്കുക, സമീകൃതമായ ആഹാരം, നമ്മൾ എല്ലാം ആവശ്യത്തിനുള്ള അളവിൽ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, അന്നജം, പ്രോട്ടീൻ, ഫാറ്റ്, അങ്ങനെ മിനറൽസ് എല്ലാം ആവശ്യത്തിന് വേണ്ട രീതിയിൽ, കാൽസ്യം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആവശ്യത്തിനുള്ള രീതിയിൽ, എന്നാൽ അമിതമാവാത്ത രീതിയിലും കഴിക്കുക. പതിവായി വ്യായാമം ചെയ്യുക. അതുപോലെ ജങ്ക് ഫുഡ്സ്, നമ്മളിപ്പം ധാരാളം കഴിക്കുന്ന ഫാസ്റ്റ് ഫുഡൊക്കെ ഉണ്ടല്ലോ, മറ്റേ ഈ കരിഞ്ഞ ഭക്ഷണങ്ങളൊക്കെ, അതൊക്കെ അമിതമായി കഴിക്കുന്നത് ആമാശയത്തിലെ ക്യാൻസർ വരാനുള്ള സാധ്യത കൂട്ടും. അപ്പോൾ അങ്ങനത്തെ ജങ്ക് ഫുഡ്സൊക്കെ കഴിവതും അവോയ്ഡ് ചെയ്ത് നമ്മൾ ഹോംലി വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ, അല്ലെങ്കിൽ അധികം ഈ ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ കഴിക്കുന്നതായിരിക്കും ഉചിതമായിട്ടുള്ളത്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നേരത്തെ കണ്ടെത്താനുള്ള രീതിയിലുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. അതിലിപ്പം സ്ത്രീകളുടെ കാര്യത്തിൽ നമ്മൾ ഓൾറെഡി കുറേ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഒന്ന് മാമോഗ്രാം ചെയ്യുക, പാപ്പ് സ്മിയർ ചെയ്യുക, അങ്ങനെയുള്ള. പുരുഷന്മാരിൽ ചെയ്യുന്ന വെച്ചാൽ പ്രോസ്റ്റേറ്റിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു 50 വയസ്സ് കഴിഞ്ഞ പുരുഷന്മാരൊക്കെ PSA എന്ന് പറയുന്ന ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. പ്രോസ്റ്റേറ്റിൻ്റെ ഒരു ടെസ്റ്റാണ്. പ്രോസ്റ്റേറ്റ് ക്യാൻസർ വരുന്നത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ പ്രോസ്റ്റേറ്റിൻ്റെ തടുപ്പും അതിൽ മനസ്സിലാക്കാൻ കുറേയൊക്കെ സാധിക്കും. അതുപോലെ വാക്സിൻ എടുക്കുന്നതിലൂടെ നമുക്ക് ക്യാൻസറുകൾ തടയാൻ സാധിക്കും. ഏതൊക്കെ? ഹെപ്പറ്റൈറ്റിസ് ബിയുടെ വാക്സിനേഷൻ. നമുക്കറിയാം, ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറഞ്ഞ വൈറസ് കുറേ നാൾ നിന്ന് കഴിഞ്ഞാൽ ഹെപ്പറ്റോസെല്ലുലാർ കാർസിനോമ, ലിവറിൻ്റെ ക്യാൻസർ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ എടുക്കുന്നതിലൂടെ ഇൻഫെക്ഷൻ പ്രിവെൻറ്റ് ചെയ്താൽ ഹെപ്പറ്റൈറ്റിസ് ബി കാരണം വരുന്ന ലിവർ ക്യാൻസർ നമുക്ക് തടയാൻ സാധിക്കും. അതുപോലെ HPV വാക്സിൻ്റെ കാര്യം ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. അത് വാക്സിൻ എടുക്കുന്നതിലൂടെ നമുക്ക് ഗർഭാശയത്തിലെ ക്യാൻസർ, അതുപോലെ തന്നെ പാപ്പിലോമ വൈറസ് കാരണം വരുന്ന തൊണ്ടയിലെയും അങ്ങനെയുള്ള വായിലെയും തൊണ്ടയിലെയും ക്യാൻസറുകളൊക്കെ നമുക്ക് തടയാനുള്ള സാധിക്കും.